ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഇടമായിട്ട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. ശംഭാല. ശംഭാലയെ പറ്റിയൊക്കെ അറിഞ്ഞോ? ഹിറ്റ്ലർ പോലും ശംഭാലയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതെ. വിവേകാനന്ദൻ നീ ഇത്രാം തീയതി ഇന്നടത്ത് ജനിച്ചേക്കൂ, ശ്രീനാരായണ നീ ഇന്നടത്ത് ജനിച്ചേക്കൂ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ശംഭാലയിൽ ഉണ്ടാവുന്ന രീതികൾ അങ്ങ് അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അല്ലാതെ ആസ്ട്രൽ ബോഡി ട്രാവലിംഗിലൂടെയും നമുക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരുപാട് നിങ്ങൾ ചോദിച്ചത് ശംഭാലയുടെ കാര്യമാണ്. അതെ. ശംഭാലയിലുള്ളവർക്ക് ഉള്ള സിദ്ധി പുരുഷന്മാരുടെ സ്ഥലമാണത്. അവിടെ ഉള്ളവർ അവർ മനസ്സിൽ വിചാരിക്കുന്നതിനനുസരിച്ചാണ് പ്രകൃതിയിൽ ഓരോ മാറ്റങ്ങൾ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് സൂക്ഷ്മ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളത്, സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള കഴിവുള്ളത്. സിദ്ധികളും സിദ്ധന്മാരും എല്ലാം ഇന്ത്യയെ സംരക്ഷിക്കുന്നത് കുറച്ച് സന്യാസിമാർ ചേർന്നാണ് ഇന്ത്യൻ പട്ടാളത്തിനപ്പുറത്തേക്ക്. ഇവിടേക്ക് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തത് എന്ന് കേട്ടു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? 100% ട്രൂ. ഇന്ത്യയെ സംരക്ഷിക്കുന്നതും ഇന്ത്യ ശത്രു രാജ്യങ്ങൾക്ക് തകർക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല. അവരാണോ ഈ ഭാരതത്തെ നിയന്ത്രിക്കുന്നത്? അവരാണ് ഭാരതത്തിന്റെ കവചം. ഇന്ദിരാഗാന്ധിയെ പോലും നിയന്ത്രിച്ചിരുന്ന ഒരു സന്യാസി തന്നെയാണ്. നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് സന്യാസികൾ തന്നെയാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ചെന്ന് തൊഴുതുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന പടം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. പക്ഷെ മുഖ്യമന്ത്രി എത്ര അറിവുള്ളൂ വേറെ രീതിയിലുള്ളതെന്ന് വേറെ തലം. നമ്മുടെ ഇതാണ് സ്പിരിച്വലി ഒരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അറിവുള്ളവൻ അറിയാം അവൻ്റെ റേഞ്ച് എന്താണ്, അവൻ്റെ ഡെപ്ത് എന്താണ്. അവൻ ആഴക്കടലിൽ കപ്പൽ ഓട്ടിക്കുന്നവനാണോ അതോ ഈ പറയുന്ന പോലെ തോട്ടില് വഞ്ചി ഓട്ടിക്കുന്നവനാണോ എന്ന് മനസ്സിലാവും. നമ്മുടെ ആൾക്കാരെ ഏറ്റവും അഭിമാനത്തോട് കരുതേണ്ടതെന്ന് വെച്ചാൽ ശ്രീ ശങ്കരൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ ജന്മം കൊണ്ട് പവിത്രമായ നാടാണ്. യുക്തി തലങ്ങളിലേക്ക് ഏറ്റവും സ്പിരിച്വാലിറ്റിയെ എത്തിച്ച 2 അത്ഭുതമായിട്ടുള്ള അവതാര പിറവികളാണത്. അദ്വൈത സിദ്ധാന്തത്തെ ലോകത്തറിയിച്ചു കൊടുത്ത ശങ്കരൻ, സൂക്ഷ്മ ശരീരത്തെ പറ്റി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഗുരുദേവൻ സൂക്ഷ്മ ശരീരത്തെ പറ്റി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരെ സൂക്ഷ്മ ശരീരത്തെ പറ്റി അറിയുന്നില്ലല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് സാധനം. ഇത് ചെയ്താൽ മാത്രമേ ഒരു മനുഷ്യന് ശാന്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ, അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കുള്ളൂ. അല്ല നമ്മൾ ഈ ആവശ്യമില്ലാതെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പാരസിറ്റാമോൾ, ആവിൽ, ക്രോസിൻ എല്ലാം മേടിച്ചിട്ട് അതെന്താ കീമോ ആണായിരിക്കണം, അതും ഒരു 1/2 ലിറ്റർ 1 ലിറ്റർ തോന്നുന്നു എല്ലാം കൂടെ വാങ്ങിച്ച് കുഴച്ച് കുടിച്ച് നടക്കുന്ന പോലെയാണ്. എല്ലാ മന്ത്രങ്ങളും ഉപയോഗിക്കും, എല്ലാ അമ്പലങ്ങളിലും പോവും. എവിടെ ഹോമവും പൂജയും നടക്കണമെങ്കിൽ അവിടെയൊക്കെ ചെന്ന് കയറും. ചെയ്യരുത്. ഒരു മന്ത്രം 1000 തവണ ഉപയോഗിക്കുന്നവനുണ്ടാവുന്ന പവറും 1000 മന്ത്രം ഉപയോഗിക്കുന്നവനുണ്ടാവുന്ന നാശവും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത വ്യക്തികളിലൂടെ ചെന്ന് സഹകരിക്കും. ചില ആൾക്കാരുടെ ബോഡിയിൽ ചെന്ന് ഇങ്ങനെ ഷേക്കൻഡ് കൊടുക്കുമ്പോൾ കൈ പിടിക്കുമ്പോൾ തന്നെ എനർജി പാസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് നമ്മൾ ഇത് കൊടുക്കും. കുട്ടികൾക്ക് കോടിക്കണക്കിന് വസ്തുക്കൾ എഴുതിയല്ല കൊടുക്കുകയാണ്. ഒരു കുട്ടിയെ ജനിപ്പിക്കുന്നതിന് മുമ്പും സൃഷ്ടികർമ്മ കഴിഞ്ഞതിന് ശേഷവും ആ അമ്മ ക്യാരി ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു മിസ്റ്റിക് ക്രിയയുണ്ട്. അതിന് ലിറ്റിൽ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് അത് ചെയ്യുന്നത്. അതിലൂടെ ആ കുട്ടിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ബീജാർപ്പണം നടത്തുന്നത് അപ്പച്ചട്ടിയിൽ മാവ് ഒഴിക്കുന്നത് പോലെയാണ്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ ജോലി കഴിഞ്ഞു. അച്ഛൻ അതിനു മുമ്പ് ഒരു കള്ളം എന്തെങ്കിലും പറഞ്ഞ ഒരു കാപട്യത്തോടു കൂടിയാണ് അമ്മയെ സ്പർശിക്കുകയാണെങ്കിൽ കുട്ടി ഒരു കള്ളനാവും. സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ഒക്കെ മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പലവരും സിനിമാക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ശ്രീനിവാസൻ, പല ആൾക്കാരുടെയും മക്കൾക്കൊക്കെ ഇതിനോട് ഭയങ്കര കലാവാസന. കാരണം ഇവരൊക്കെ മിക്കവാറും സെറ്റുകളിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ല ആ സമയങ്ങളിലായിരിക്കും ഇവരുടെ ഈ ഒരു പ്രണയവും സൃഷ്ടികർമ്മവും ഒക്കെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അച്ഛൻ്റെ മൈൻഡ് സെറ്റിനനുസരിച്ചിട്ടാണ് ഈ രീതിയിൽ കുട്ടിയുണ്ടാവും. നമ്മൾ ഐഫോണിൻ്റെ 14 Pro ആണെങ്കിൽ കുട്ടികൾ 17 Pro ആയിരിക്കും, നമ്മളെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിരിക്കും.
അപ്പോൾ അതുപോലെ ഈ ബീജാർപ്പണം കഴിഞ്ഞു പിന്നെ അമ്മ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥ, അവരുടെ ഓറിക് ബോഡിയുടെ അവസ്ഥ, ഇതിനനുസരിച്ചാണ് ആ കുട്ടി ഡെവലപ്പ് ആവുന്നത്. അപ്പം അമ്മ കഴിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇത് ഗൈനക്കോളജിസ്റ്റുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പക്ഷെ അവർക്കിത് പറഞ്ഞു കൊടുക്കാനാറില്ല. ഇതാണ് ഗോകുലം ഗോപാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഇത് ഹോസ്പിറ്റലിലും ഇതിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ കൂട്ടത്തിലുള്ള ഗോപാലേട്ടൻ്റെ കോൺട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു ബിസിനസ് രീതിയിൽ മാത്രമല്ല, ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് വേറെ ആരും ഇവിടെ കേരളത്തിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. 10-30 സ്റ്റാഫുണ്ട്. ഞാൻ കൂടുതലും എൻ്റെ ഫോക്കസും അതിൽ അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്കും അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാർ, എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഒഴികെ ഞാൻ എൻ്റെ നോളജൊന്നും ഞാൻ ഇവിടുന്ന് ഷെയർ ചെയ്തിട്ടില്ല. ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്കിന് സമയമില്ല, കുറച്ച് നേരമേ ഉള്ളൂ നമുക്ക്. ആ സമയത്തിൽ അതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലും പറഞ്ഞു വെക്കണ്ടേ? ചെയ്തു പോകുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കാന്നല്ല, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക. അപ്പോൾ ഈ അമ്മ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ കുട്ടിയെ അകത്തുനിന്ന് തന്നെ നറിഷ് ചെയ്യുന്ന ഇതാണ് അമ്മ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. അതെല്ലാം പലതും വേദിക് സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ പുറത്ത് വന്നിട്ട് ഒരു 9 മാസം ആ കുട്ടീനെ ട്യൂൺ ചെയ്യുന്നൊരു ഇതുണ്ട്. ആ കുട്ടിക്ക് കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ കളർ, അതിന് ഉപയോഗിക്കേണ്ട ചില മന്ത്രാസ്, ചില എസൻഷ്യൽ ഓയിൽസ്, ഇത് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് കുട്ടീനെ കൊണ്ട് കാട്ടിക്കൊണ്ടിട്ടില്ല, എവിടെ കൊണ്ടിട്ടാലും കുട്ടി അത് വളർന്നുകൊണ്ട് അതിൻ്റെ എനർജി ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും. അത് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും എല്ലാമായിട്ട്. അതിൻ്റെ ബ്രെയിൻ സർഫസ് ഏരിയ ഇതാവുന്നത്. ഈ കളറുകൾ എന്ന് പറയുമ്പോൾ അത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള ഓരോ മനുഷ്യനെന്ന് വെച്ചാൽ 31 ടൈപ്സ് ഓഫ് എനർജി പാറ്റേൺസ് ഉണ്ട്. 27 നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ഒന്ന് അഭിജിത്തുമായിട്ട് വന്നാൽ 31 ടൈപ്സ് ഓഫ് എനർജി ഓറേനെ ഇത് ചെയ്ത് കൊണ്ടുവരും. അപ്പം ഈ ഓറിക് സയൻസിനെ പറ്റി ഈവൻ ഓറിക് പ്രഡിക്ഷനും ഓറ ഫോക്കാസ്റ്റൊക്കെ അതിലൂടെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നാളെ എന്ത് സംഭവിക്കുന്നെല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രഡിക്ഷൻസ് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് തോക്കുസ്വാമിയല്ലേ, അവനല്ലേ ഓറ എന്ന് പറഞ്ഞപ്പോൾ ഒറയല്ലേടാ കൂറേ പൊടാന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ട് പരിഹസിച്ച ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ എന്ത് കൊടുക്കാനാണ്? നമ്മൾ പിന്നെ മാത്രമല്ല എല്ലാവർക്കും ഇത് ഇപ്പം മാജിക്കാണ് ഇഷ്ടം. അതെ, സത്യസായി ബാബ കുറേ മാജിക്ക് ഇങ്ങനെ പഴം എടുക്കുന്നു, ഇതെടുക്കുന്നു, അങ്ങനെ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ എല്ലാവരും കോൺസ്റ്റബിൾ ചെന്ന് പൂജ ചെയ്ത് പ്രാർത്ഥിച്ചാൽ അവൻ DGP ആവുമെന്ന് പരസ്യം കൊടുക്കുന്നവരാണ് ഇവിടുത്തെ നമ്മുടെ ഈ ആൾക്കാർ. അവർ ചിന്തിക്കുന്നില്ല ഞാൻ ഇതൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ ഇപ്പം മാമൂക്കോയെ പൂജ ചെയ്താൽ മമ്മൂട്ടി ആവുമെന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല. ആ മാമൂക്കോയ്ക്ക് തോന്നുന്നുണ്ടേ ഞാൻ മമ്മൂട്ടി എന്ന്. അങ്ങനത്തെ ചിന്തയില്ലാത്ത ആൾക്കാരുണ്ട്. കുറച്ച് പൈസ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് പൂജ ചെയ്യാൻ പോകുന്നവരുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നവരുണ്ട്. യൂട്രസ് ഇല്ലാത്തവർ ചെന്നിട്ട് പേപ്പർ ചവച്ച് കുടിച്ച് വെള്ളം കുടിച്ച് ഗർഭം ഉണ്ടാവുമെന്ന് പറഞ്ഞ് നടക്കൂ? അപ്പം നമ്മളുടെ ബുദ്ധിയാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഗായത്രി ജീവിക്കാൻ പറ്റുന്നത്. നമുക്ക് നല്ല ബുദ്ധി തരണേ ദൈവമേ. ആ ബുദ്ധി കറക്റ്റ് ആകുമ്പോൾ എല്ലാം ശരിയാണ്. ബുദ്ധി എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്, ബുദ്ധിക്കകത്തിരിക്കുന്ന ഈ തല വർക്ക് ചെയ്യണതിനുള്ള അതിനും ഒരു സ്പിരിച്വൽ പാർട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാത്തിനും എല്ലാ മേഖലകളിലും ഇപ്പം രാഷ്ട്രീയം എന്താണ് ഇത്ര മോശപ്പെട്ടു പോയത്? രാഷ്ട്രീയത്തിലുള്ള ആത്മീയത തകർന്നതുകൊണ്ടാണ്, ധർമ്മം തകർന്നതുകൊണ്ടാണ്. അല്ലാതെ പാർട്ടികൾ BJPയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഒന്നും മോശമായിട്ടുള്ളതല്ല. എല്ലാം നല്ല ഉദ്ദേശത്തോടുകൂടി നല്ല സാത്വികരായിട്ടുള്ളവരാണ് അതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ധർമ്മ പുത്രന്മാരാണ് എപ്പോഴും ഇത്തരം പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിനെ നയിക്കുന്നത് അധർമ്മികളാണെന്നേ ഉള്ളൂ. അതാണ് അവിടുത്തെ ഒരു രസം. പിന്നെ നാം എന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മളെ അറിയുക, നമുക്ക് നല്ല എനർജീസ് വേണം, അതിനെന്ത് ചെയ്യണം? അപ്പോൾ അതിനുള്ള മിസ്റ്റിക് ക്രിയയെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക്. മിസ്റ്റിക് ക്രിയയെ പറ്റി പറയുമ്പോഴാണ് എനിക്കൊന്ന് ഹിമാലയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മിസ്റ്റിക് ഇടമായിട്ട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. ശംഭാല, എനിക്ക് പല കഥകളിലും കിട്ടും. ശംഭാലയെ പറ്റിയൊക്കെ അറിഞ്ഞോ? ഹിറ്റ്ലർ പോലും ശംഭാലയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതെ, ശംഭാലയിൽ അദൃശ്യമായിട്ട് സന്യാസികൾ തീരുമാനമെടുക്കും. വിവേകാനന്ദൻ നീ ഇത്രാം തീയതി ഇന്നടത്ത് ജനിച്ചേക്കൂ, ശ്രീനാരായണ നീ ഇന്നടത്ത് ജനിച്ചേക്കൂ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ശംഭാലയിൽ ഉണ്ടാവുന്ന രീതികൾ. അങ്ങ് അവിടെ പോയിട്ടുണ്ടോ? അല്ല, ഇവിടെ വന്ന ഒരുപാട് ആളുകൾ പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് ശംഭാലയിൽ പോയിട്ടുള്ള അനുഭവം. അവർ പറയട്ടെ, എൻ്റെ അനുഭവം. ഞാൻ ഒരു പേപ്പറിൽ
പഞ്ചസാര മധുരം എന്ന് എഴുതി വെച്ചാൽ അതെടുത്ത് നക്കിക്കഴിഞ്ഞാൽ അതിൽ മധുരം അനുഭവിക്കാൻ പറ്റും. ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ, എനിക്ക് അവിടെ പോയിട്ടുണ്ടോ, പ്രത്യേകതയുണ്ടോ എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളും ഞാൻ ചെയ്തതും എന്നിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട ബുദ്ധിയുള്ളൊരു സമൂഹമാണ്. അല്ല, ആദ്യമായി പോകുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായില്ലേ? അനുഭവങ്ങൾ എങ്ങനെ ഹൃദയം കൊണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ഞാൻ പറയട്ടെ, ഈ ആൾക്കാർക്ക് ഇങ്ങനെ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇമാജിനറി തിങ്സ് ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അങ്ങനെയാണെങ്കിൽ പറയാം മഞ്ഞുമലകളും അതും ഇങ്ങനത്തെ അവിടുത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളെപ്പോലും തുടിപ്പിക്കുന്ന വിധത്തിലുണ്ടാവുന്ന അനുഭൂതിയിൽ ഇങ്ങനെ പലതും പറയുന്ന അതിലൊരു അങ്ങയുടെ ഒരു അനുഭവ തലം ഉണ്ടാവും. എൻ്റെ അനുഭവ തലം എല്ലാം എൻ്റെ പ്രവൃത്തികളിൽ റിഫ്ലക്റ്റഡ് ആണ്. അല്ല, ആദ്യമായിട്ട് അവിടേക്ക് പോകുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഗുരു ഉണ്ടാകാൻ ഗുരുവിൻ്റെ കൂടെ അവിടേക്ക് പോകുമ്പോൾ അവിടെ കണ്ടിട്ടുള്ളൊരു ആ ഒരു സന്ദർഭങ്ങളും ആ ഒരു അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും എന്നെ സഹായിച്ചവരും സഹായിക്കുന്നവരും ഞാൻ ചെയ്തതും ചെയ്യാൻ പോകുന്നതും ഇതൊന്നും എനിക്ക് പറയാനോ അങ്ങനെ പറഞ്ഞ് കുറേയൊക്കെ പല ആളുകൾ എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, അത് അവരെഴുതിയതല്ലേ. ഓരോരുത്തരും ആ അനുഭവം വെച്ചിട്ട് ഓരോരുത്തരും ഡിഫറെൻറ്റ്. ഞാൻ പോയ ബൈക്കിലാണെങ്കിൽ ബൈക്ക് എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും, കാറിൽ AC ഇട്ട് പോകുമ്പോൾ വേറെ ആയിരിക്കും, ഇത് നടന്നു പോകുമ്പോൾ വേറെ ആയിരിക്കും. ഓരോരുത്തരും ചൂസ് ചെയ്യുന്ന പാതകളിലൂടെ കിട്ടുന്ന എക്സ്പീരിയൻസ് വ്യത്യാസമാണ്. ഒരു സംശയം കൂടെ, അങ്ങ് അവിടേക്ക് പോയത് സൂക്ഷ്മ ശരീരത്തിലായിരുന്നോ അതോ സ്ഥൂല ശരീരത്തിൽ തന്നെ പോയി? സൂക്ഷ്മ ശരീരത്തിലുള്ള യാത്രകൾ വേറെ, സ്ഥൂലത്തിൽ തന്നെ പോയി, എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ തന്നെയാണ് പോയത്. പക്ഷെ ഇപ്പോൾ അല്ലാതെ ആസ്ട്രൽ ബോഡി ട്രാവലിങ്ങിലൂടെ നമുക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ അവിടെ ഒരുപാട് നിങ്ങൾ ചോദിച്ചത് ശംഭാലയുടെ കാര്യമാണ്. അതെ, ഹിമാലയത്തിൽ പോയത് സ്ഥൂല ശരീരത്തിലാണ്. ശംഭാലയിൽ പോകുന്നത് അത്രയും അതെനിക്ക് ഐ ആം റിയലി സോ പ്രൗഡ് ഓഫ് യു. കാരണം ശംഭാലയെ പറ്റിയൊക്കെ നിങ്ങൾ ഇത്രയും പറയുകയാണെങ്കിൽ നിങ്ങൾ നാളെ ഒരു വലിയ തലത്തിലേക്ക് ഉയർന്നു പൊയ്ക്കൊണ്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു. ഇപ്പം എത്ര വയസ്സായി? 27 വയസ്സായി. ഗ്രേറ്റ്. ഈ പ്രായത്തിലൊക്കെ ശംഭാലയെ പറ്റിയൊക്കെ സംസാരിക്കാനും കേരളത്തിൽ ഇന്ന് ആത്മീയത തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠ രാജ്യത്ത് അതിനെപ്പറ്റി ആൾക്കാർക്ക് ചിന്തിക്കാനൊക്കെ ഇത് കൊടുക്കുന്ന ഈ ഒരു മനസ്സ് നിങ്ങളെക്കൊണ്ട് ഒരു ശക്തി ചെയ്യിപ്പിക്കുകയാണ്. അല്ല, ഞാൻ പല ഇൻ്റർവ്യൂകളും എടുത്തിട്ടുണ്ട്. ശംഭാലയിൽ പോകാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിച്ചാൽ ശംഭാലയുടെ അനുഭവം അവർണ്ണനീയമാണ്. ശംഭാലയിലുള്ളവർക്ക് ഉള്ള സിദ്ധി പുരുഷന്മാരുടെ സ്ഥലമാണത്. അവിടെ ഉള്ളവർ അവർ മനസ്സിൽ വിചാരിക്കുന്നതിനനുസരിച്ചാണ് പ്രകൃതിയിൽ ഓരോ മാറ്റങ്ങൾ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കാണ് സൂക്ഷ്മ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളത്, സൂക്ഷ്മ ശരീരത്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള കഴിവുള്ളത്. സിദ്ധികളും സിദ്ധന്മാരും എല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെയും യോനിയാണത്. അവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അവിടുത്തെ അവസ്ഥകളും വേറെയാണ്, അവിടുത്തെ കൂട്ടായ്മ നിങ്ങളിങ്ങനെ കണ്ടാൽ ഇങ്ങനെ സാധാരണ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടാൽ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും അറിയാൻ പറ്റില്ല. പല ആളുകളും പറഞ്ഞു കേട്ടുള്ളത് അവിടെ അതായത് അഗ്നി കത്തിച്ചിട്ട് അവിടെ ബാബാജി, കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നു. അതൊന്നും ഞാൻ അങ്ങനെ ഇത് പറയില്ല. കൃഷ്ണനൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഓരോരുത്തരുടെയും ഇൻ്റർപ്രിട്ടേഷൻ. കുറേ ഭക്തി കൊണ്ട് കുറേ അങ്ങ് തള്ളിമറിക്കുന്ന കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്. ബാബാജിയുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ബാബാജി, പ്രഭാകര സിദ്ധ യോഗികൾ, അതുപോലെ ശരീരമില്ലാതെ മരങ്ങൾക്കിടയിൽ ധ്യാനിക്കുന്ന സൂക്ഷ്മ രൂപത്തിലിരിക്കുന്ന അനേകം ദിവ്യാത്മാക്കളുണ്ട്. അത് ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ മലബാർ സൈഡിലേക്ക് പോയാലോ മലബാറുകാരുടെ ആ വീര്യം, അവരുടെ എനർജി, അതുപോലെ തിരുവനന്തപുരത്ത് അഗസ്ത്യ വനത്തിൻ്റെ ആ പരിസരത്ത് കുറേ ഏരിയകൾ. ഈ കേരളം ഇന്നും ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഇതുപോലുള്ള ശക്തികളാണ്. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഐ എം ടേക്കിംഗ് എ ലീവ്. എനിക്ക് പോകണം. ഞാൻ നിങ്ങൾ ഇത്രയും ആത്മീയപരമായിട്ടുള്ള ഒരു ഇത് പൊതുവേ ഞാൻ ഈ അടിയും പിടിയും ബഹളം ഉണ്ടാക്കുന്ന ഇൻട്രാക്ഷൻസാണ് ഉണ്ടാവാറ്. ഇപ്പം അത് ടോട്ടലി കേരളത്തിലെ എല്ലാ ഇതും പൊളിറ്റിക്സ് പോലും ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷനോടുകൂടി ഞാൻ സംസാരം നിർത്തി. എനിക്ക് ഇവിടുത്തെ ആരോടും ഞാൻ സംസാരിക്കാനോ പറഞ്ഞു മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാ വെറുതെ
അല്ല, അടുത്ത തവണ എന്താണെങ്കിലും നമുക്ക് അതുമായി ഇരിക്കണം. ഞാൻ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ടോക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ജനങ്ങളുടെ വിധി, അവരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ഒരാൾ മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, അത് മോശമാണ്, കൂമ്പ് നശിക്കും, ലിവർ പോകുന്നൊക്കെ അറിഞ്ഞിട്ടും ഇത് ചെയ്യുന്നത് പോലെയാണ് ഇവർ തെറ്റായ ആൾക്കാരെ തിരിച്ചറിയാതെ ചെയ്യുന്നത്. അവരുടെ വിധിയാണ്. ഒരു നല്ല നേതാവെന്ന് പറയുന്നത് അവർ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വേറൊരാൾ, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കാണിച്ച്, നരേന്ദ്രമോദി നല്ലതാണ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണിച്ച് ഇവിടെ നിൽക്കുന്നവർ അതേപോലെ നല്ലതാണോ, ധർമ്മം പാലിക്കുന്നവരാണോ, നരേന്ദ്രമോദിയുടെ ഓറ ഇവർക്കുണ്ടോ, അതേപോലത്തെ ഓറ ക്രിയയും മിസ്റ്റിക് ക്രിയയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണോ എന്നുള്ളത് ബോധം വേണ്ടേ? അതുപോലെ കമ്മ്യൂണിസ്റ്റ്, ഇപ്പം പിണറായി നല്ലതാണ്, പിണറായി മോട്ടിച്ചിട്ടില്ല, പക്ഷെ പിണറായി സ്വർണം മോട്ടിച്ച ആൾക്കാരുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, കഥയാണോ എന്താണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇന്ത്യയെ സംരക്ഷിക്കുന്നത് കുറച്ച് സന്യാസിമാർ ചേർന്നാണ് ഇന്ത്യൻ പട്ടാളത്തിനപ്പുറത്തേക്ക്. ഇവിടേക്ക് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തത് എന്ന് കേട്ടു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? 100% ട്രൂ. അവർ തന്നെയാണ് ഇന്ത്യയുടെ അദൃശ്യ ശക്തികൾ. അതാണ് ഈ ശംബാലയുടെ കാര്യം പറയുമ്പോഴും ഞാൻ അതിശയിച്ചത്. ഇന്ത്യയെ സംരക്ഷിക്കുന്നതും ഇന്ത്യ ശത്രു രാജ്യങ്ങൾക്ക് തകർക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുന്നതും ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല, ഇവിടുത്തെ ചില ശക്തി സ്രോതസ്സുകൾ തന്നെയാണ്. അവർ പല രൂപത്തിലും പല ഭാവത്തിലും അവർ പല ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അതാണ് May 17 തൊട്ടുള്ള അടികൾ നിങ്ങൾ കണ്ടത്. അവരാണോ ഈ ഭാരതത്തെ നിയന്ത്രിക്കുന്നത്? അവരാണ് ഭാരതത്തിൻ്റെ കവചം. അവരാണ് അവരുടെ ചിന്ത. നിങ്ങൾ കാണുന്ന രാഷ്ട്രീയക്കാരെല്ലാം ഒരു ഡമ്മി ബോഡീസാണ്. ഡമ്മി ബോഡീസിൻ്റെ സോഫ്റ്റ്വെയർ കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അത് എങ്ങനെ പോകണം, എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് ഇപ്പോൾ ചില കാര്യങ്ങളൊന്നും പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. നെഹ്റുവിന്റെ അടുത്തേക്ക് പോയിട്ടുള്ള കുറച്ച് നെഹ്റുവിൻ്റെ മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് പോലും, ഇന്ദിരാഗാന്ധിയെ പോലും നിയന്ത്രിച്ചിരുന്ന ഒരു സന്യാസി തന്നെയാണ്. നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് സന്യാസികൾ തന്നെയാണ്. ആരെ എവിടെ സന്യാസികൾ? പക്ഷെ അതിൽ ചില സന്യാസികൾ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അറിവുകൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ തെറ്റായി കൊടുത്താൽ പോലും ഒരു പരിധി വിട്ടപ്പുറം തെറ്റിലേക്ക് പോയാൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് സന്യാസികൾക്ക് അത്രയേറെ, രാജഗുരു പോലും രാജാവിൻ്റെ മുകളിലാണ്. സന്യാസികൾക്കുള്ള മഹാരാജ് എന്നാണ് അവരെ വിളിക്കുന്നത്, സാമ്യം എന്നൊന്നുമല്ല അങ്ങനെ വിളിക്കുന്നത്, മഹാരാജ്. പക്ഷേ ഇവിടെ കേരളത്തിൽ സന്യാസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉസ്താദ് ലോഹയൊക്കെ ഇട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് അസ്ലാം വലൈക്കും എന്ന് പറയും. പള്ളിയിൽ അച്ഛൻ ലോഹിട്ട് പോയ യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കുക എന്ന് പറയും. ഒരു സന്യാസി പോയി അതൊരു കള്ളസ്വാമി കൊണ്ടാണ്ടെന്ന് പറയും. കേരളത്തിൻ്റെ രീതി. അതിവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു പാറ്റേൺ ആണ്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തെറ്റാണെന്ന് ഓർത്തിട്ട് ഇന്ന് ദൈവമേ അയ്യോ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പൂജ ചെയ്യുന്നതും ഇവർ തന്നെയാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു ദിവസമായിരിക്കും. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.